എക്കോണമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് 2025 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് S&P ഗ്ലോബൽ റേറ്റിംഗ് 6.8% ഉയർത്തിയത്. മുമ്പ് 6.4% ഗ്രോത്ത് ആയിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉയരുന്നതിൻ്റെയും എക്സ്പോർട്ട് ഉയരുന്നതിൻ്റെയും സാഹചര്യത്തിൽ S&P ഗ്ലോബൽ റേറ്റിംഗ് ഇന്ത്യൻ എക്കോണമി 2025 ഫിനാൻഷ്യൽ ഇയറിൽ 6.8% വളർച്ച കൈവരിക്കും എന്നാണ് പറയുന്നത്. ഒട്ടുമിക്ക ഏഷ്യൻ എക്കോണമികളും മൈൽഡ് സ്ലോ ഡൗണിലൂടെയായിരിക്കും 2025 ഫിനാൻഷ്യൽ ഇയറിൽ കടന്നുപോകുന്നത്. 2024 ഫിനാൻഷ്യൽ ഇയറിലും ഇന്ത്യൻ എക്കോണമി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാളും ഗവൺമെൻറ്റിൻ്റെ കണക്കിനേക്കാളും മികച്ച പെർഫോമൻസ് എക്കോണമി കാഴ്ചവെക്കുകയും 7.6% വളർച്ച കൈവരിക്കുകയും ചെയ്തു. 2026 ഫിനാൻഷ്യൽ ഇയറിൽ 6.9% വളർച്ചയും 27 ഫിനാൻഷ്യൽ ഇയറിൽ 7% വളർച്ചയുമാണ് എക്കോണമി കൈവരിച്ചത്. കൂടാതെ 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4.5% ഇടിയാനും സാധ്യതയുണ്ട്. കോർ ഇൻഫ്ലേഷനിൽ 40 ബേസിസ് പോയിൻറ്റിൻ്റെ ഇടിവ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി RBI 75 ബേസിസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് നടത്തും എന്നും S&P ഗ്ലോബലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഏപ്രിൽ 5 RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം പുറത്തു വരികയാണ്. ഏപ്രിൽ 3 ആരംഭിച്ച് ഏപ്രിൽ 5 MPC മീറ്റിംഗ് അവസാനിക്കുന്നത്. എന്നാൽ ഈ MPC മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കേണ്ട എന്നാണ് റോയിട്ടർ നടത്തിയ സർവേയിൽ പുറത്തു വരുന്നത്. ഏപ്രിൽ മാസത്തിൽ മാത്രമല്ല ജൂൺ മാസത്തിൽ നടക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിലും റേറ്റ് കട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു. ഇതിന് പിന്നിലെ പ്രധാന കാരണം എലിവേറ്റഡ് ഇൻഫ്ലേഷൻ തന്നെയാണ്. എലിവേറ്റഡ് ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടും ഇന്ത്യൻ എക്കോണമി 8.4% ഗ്രോത്ത് ഒക്ടോബർ ഡിസംബർ ക്വാർട്ടറിൽ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 56 എക്കോണമിസ്റ്റ് പങ്കെടുത്ത സർവേയിൽ 22 എക്കോണമിസ്റ്റുകളും പറയുന്നത് 6.50% എന്ന റെപ്പോ റേറ്റ് ഏപ്രിൽ മാസത്തിലും ജൂൺ മാസത്തിലും നടക്കുന്ന മീറ്റിങ്ങുകളിൽ നിലനിർത്തും. അതിനുശേഷം സെപ്റ്റംബർ മാസത്തോടുകൂടി റെപ്പോ റേറ്റ് 6.25% കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തോടുകൂടി അല്ലെങ്കിൽ ജൂലൈ മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ RBIയുടെ സൈഡിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കാവൂ. ഇനി ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.75% ഉയർന്ന് 987 ക്ലോസിംഗ് നൽകി. 3.61 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.3. ഡിവിഡൻഡ് ഈൽഡ് 0.20%. 52 വീക്ക് ഹൈ 1065, 52 വീക്ക് ലോ 400. ടാറ്റ മോട്ടോഴ്സ് 2024 വർഷത്തിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 13% റിട്ടേൺ നൽകിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഈ വർഷം ഇതുവരെ 25%-നടുത്ത് റിട്ടേൺ നൽകുകയും 1065 എന്ന 52 വീക്ക് ഹൈയിൽ മാർച്ച് 5 എത്തുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിന് CLSA എന്ന റേറ്റിംഗ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 1133 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ്സിഡറിയായ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ റീറ്റെയിൽ സെയിൽസ് വോളിയത്തിലുണ്ടായ വർധനവിൻ്റെ പശ്ചാത്തലത്തിലാണ് CLSA ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ റീറ്റെയിൽ വോളിയത്തിൽ 10% വളർച്ചയാണ് ഉണ്ടായത്. ഫെബ്രുവരി മാസത്തിൽ മാത്രം റീറ്റെയിൽ വോളിയത്തിൽ 4.5% വളർച്ചയുണ്ടായി. അതേസമയം ലാൻഡ് റോവറിൻ്റെ സെയിൽസിൽ ഒരിടിവ് വരികയും ചെയ്തു. കൂടാതെ ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ ബിസിനസ്സിനെയും പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്സിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീമർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ ബിസിനസ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലാണ് വരുന്നത്. കൂടാതെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഓപ്പറേഷനും പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലായിരിക്കും വരുന്നത്. ഇത് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിന് തന്നെ ഒരു ലീഡിംഗ് അഡ്വാൻറ്റേജ് നൽകുകയും ചെയ്യും. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം യൂണിറ്റിൻ്റെ ഓർഡറുണ്ട്. വരും സമയങ്ങളിലും 1.1 ലക്ഷം യൂണിറ്റിൻ്റെ ഓർഡർ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് എലാറ സെക്യൂരിറ്റീസ് പറയുന്നത്. മുമ്പ് എലാറ സെക്യൂരിറ്റീസും ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗ് അല്ലെങ്കിൽ അക്കുമുലേറ്റ് എന്ന റേറ്റിംഗും 935 രൂപയുടെ ടാർഗറ്റ് നൽകി കഴിഞ്ഞു. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 925 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 1000, 1050, 1100 തുടങ്ങിയ ടാർഗറ്റുകൾ ടാറ്റ മോട്ടോഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. അദാനി പോർട്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.8% ഉയർന്ന് 1305-നടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ 1386-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ലോ 571. 2.8 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.
അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഒഡീസയിലെ ഗോപാൽപൂർ പോർട്ടിൻ്റെ 95% സ്റ്റേക്ക് അദാനി പോർട്ട് $162 മില്യൺ അക്വയർ ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഗോപാൽപൂർ പോർട്ട് ഷപൂർജി പലൻജി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ഇതിൻ്റെ 95% സ്റ്റേക്കാണ് അദാനി പോർട്ട് അക്വയർ ചെയ്തിരിക്കുന്നത്. അതായത് പാൻ ഇന്ത്യ പോർട്ട് ഓപ്പറേഷൻ നെറ്റ്വർക്ക് കമ്പനി വിപുലീകരിക്കുക എന്നുള്ള മെസ്സേജാണ് ഇതുവഴി ലഭിക്കുന്നത്. ഓവറാൾ ഇത് അദാനി പോർട്ടിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഗോപാൽപൂർ പോർട്ട് വഴി അയറൺ ഓർ, കോൾ, ലൈംസ്റ്റോൺ, അലൂമിന തുടങ്ങിയവയുടെ ബൾക്ക് കാർഗോ ഹാൻഡ്ലിംഗ് ആണ് നടക്കുന്നത്. ഓവറാൾ അദാനി പോർട്ട് എന്ന സ്റ്റോക്കിനെ വരും ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അദാനി പോർട്ട് ഇന്ത്യയിലെ 12 പോർട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ വലിയൊരു കമ്പനിയാണ്. 1350 52 വീക്ക് ഹൈ, സ്റ്റോക്ക് 1300-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 1350 എന്ന ലെവലിലേക്ക് എത്താനും അവിടെ നിന്നും ഫർദർ ബ്രേക്കൗട്ടിലേക്ക് സ്റ്റോക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. 1200 സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് സപ്പോർട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്